ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇതുപോലെ ഒരെണ്ണം വീട്ടിൽ വാങ്ങിയാലേ ഇതുപോലല്ല ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാല് ഇനി ഞങ്ങൾ മഴക്കാലമാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ട് കുട്ടികളൊക്കെ പല അപകടങ്ങളിലൊക്കെ പെടാറുണ്ടല്ലോ. അതൊക്കെ അറിയാമല്ലോ. നാല് കുട്ടികൾക്ക് നീന്തറിയില്ല. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് പേരൊക്കെ ഇപ്പം നീന്തറിയാത്ത ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പം വലിയവർക്ക് എന്താണ് കുറച്ചെങ്കിലൊക്കെ കാരണം ഈ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയുന്നതുകൊണ്ട് തന്നെ അങ്ങാണ്ട് പ്രശ്നമില്ല. എന്നാൽ കുട്ടികൾ വെള്ളം കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ ആഴം കാണുമ്പോൾ മനസ്സിലാക്കാതെ വേഗം അതിലേക്ക് അങ്ങ് ഇറങ്ങും. ഇതങ്ങനെ പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കാണണം. ഇതെന്നല്ല ഇതേപോലെ ചെറുതാണെങ്കിലും ഇത് കുറച്ച് സൈസുള്ളതാണ്. ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്താണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നീന്തൊക്കെ പഠിപ്പിക്കാൻ കഴിയും. അത്യാവശ്യം ഒരു വലിയ സൈസുള്ളതാണ്. ഏകദേശം 5500 റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 800 ലിറ്റർ വെള്ളം കൊണ്ട സംഭവമാണ്. ഞാനൊരു പ്രമോഷൻ വീടുന്നല്ല കേട്ടോ. അതുകൊണ്ട് ഇതിന് കമ്പനി കാണുമെന്ന് പറയില്ല. ഞാനത് ഇങ്ങനെ വാങ്ങിയാൽ തന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് മുന്നേ ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അന്ന് ഇത് പിന്നെ കംപ്ലൈൻ്റ് ആയി പോയി. കംപ്ലൈൻ്റ് ആയത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിന് മുന്നേ വാങ്ങി വന്നതാണ് കുട്ടികൾക്ക് നീന്തം പഠിക്കാനും വേണ്ടിയായിരുന്നു. അന്ന് വാങ്ങിയപ്പോഴും നമ്മളിങ്ങനെ ഇതൊക്കെ എൻ്റെ പെങ്ങളെ കുട്ടികളാണ്. ഇതെൻ്റെ കുട്ടിയാണ്. അപ്പോൾ പെങ്ങളെ കുട്ടികൾ എന്താണ് സ്കൂൾ ലീവുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് വരിക. അപ്പോൾ ലീവില്ലാത്ത ദിവസം എന്താണ് ഇത് വെറുതെ ഇങ്ങനെ കളക്റ്റാണ്. ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്താണ് ഈ സാധനം പെട്ടെന്ന് കേടന്നു പോകും. അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ തന്നെ ഇപ്പം നിങ്ങൾ കുട്ടികൾ ആരെങ്കിലൊക്കെ നിങ്ങളൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ 2 ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് നടക്കുന്ന ഉപയോഗിക്കുക. അങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് വരില്ല. പിന്നെ അത് വിരിക്കുമ്പം അതായത് ഫിറ്റ് ചെയ്യുമല്ലേ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലൊന്നും കല്ലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു ഷീറ്റ് പക്ഷേ തുണികളൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു സാധനം സെറ്റ് ചെയ്താൽ ഒന്നും കൂടി ഉഷാറാവും കേട്ടോ. ഇത് വാങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത് ഫസ്റ്റ് തുടക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് വാങ്ങുന്ന ഉപകാരങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിൽ നീന്തം പഠിക്കാം. സുഖസുന്ദരമായിട്ട് നീന്തം പഠിക്കാം. അപ്പോൾ ഈ കുട്ടികളൊക്കെ നീന്തം പഠിക്കാൻ അറിയാം. ഇതിൻ്റെ മകളാണ്, ഇത് പെങ്ങളെ കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ ഇതിന് നീന്തം പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു നീന്തം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇത്ര കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കുട്ടി കണ്ടില്ലേ ഒരു ചെറുതാണ് ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലും കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്തായി ആരാണ് നിങ്ങൾക്ക് സംഭവിച്ചു പോവാം. അപ്പോൾ ശ്രദ്ധിക്കും വേണം. നമ്മളുള്ള സമയത്ത് ചെറിയ കുട്ടികളൊക്കെ മാത്രമല്ല ഇറക്കാൻ പാടുള്ള അറിയുക. അല്ലെങ്കിൽ കുറച്ച് വെള്ളമാക്കി വെക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം കൂടുതൽ വെള്ളം നടക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. പിന്നെ പറഞ്ഞാൽ ഇത് 3 ഇതാണ് ലെയറാണ്. ഒരു സാധനം 3 ലെയറാണ്. നമ്മൾ ശ്രദ്ധിക്കുക. പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നിനും പറ്റൂല കേട്ടോ. മനസ്സിലാക്കത്തില്ല. അത് ഇവിടെയൊക്കെ ഒന്ന് ഹോളൊക്കെ സംഭവിച്ചെന്തായി നമുക്ക് പൊട്ടിച്ച് ക്ലിയർ ആക്കാം. പക്ഷേ ഈ രണ്ടാമത്തേയും താഴത്തെ ലെയറിലൊക്കെ ഹോളെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നും റെഡിയാക്കാൻ കഴിയാതെ. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലും ചെറുതായിട്ട് കീറി വന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സാധനം ഒന്നിനും പറ്റില്ല. 5500 ഭൂം. ഈ 2500 3000 കിട്ടാനുണ്ട് പല സൈസിലുള്ളതൊക്കെ. ഏകദേശം 800 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. അപ്പോൾ ഇതുപോലെ സാധനം വാങ്ങിയാൽ നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നീന്തം പഠിപ്പിക്കുക. എന്തായാലും കുട്ടികളെക്കാട്ടി വലുതല്ലല്ലോ ഇത്. ഇപ്പോൾ 600 2000 കിട്ടാണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ വാങ്ങിയിട്ട് കുട്ടികളെ നീന്തം പഠിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒരു കുട്ടീനെ എൻ്റെ കുട്ടിയാണ് നീന്തം പഠിപ്പിനെ കാണിച്ചു തരികയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് കുട്ടികളെ നീന്തം പഠിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ നീന്തം പഠിപ്പിക്കാൻ തരിക. പിന്നെ കുട്ടി ഇതിൽ ഇട്ടാനൊക്കെ നമുക്കത് ഒരു ട്യൂബൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ അതേപോലെ കയറുന്നു പോയി കണ്ടില്ലേ. കാരണം നമുക്ക് ഇതിലേക്ക് ഇരുത്താം. സുഖസുന്ദരമായിട്ട് കുട്ടികൾ കളിക്കും ചെയ്യാം. ചില സമയത്ത് ഇവർക്ക് ഇരിക്കാനേ കുറച്ച് മടിയാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ കമ്പനി പറയുന്നില്ല. ഒന്ന് വാങ്ങി നോക്കുക. ഇത് ഫിറ്റ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞല്ലേ. എന്തായാലും ഉപകാരപ്പെടും. എന്തായാലും നമ്മുടെ കുട്ടികളെക്കാട്ടി വലിയ സാധനം അത്ര എന്തായാലും മുടക്കിയാൽ മതി. ഇത് ചെറുതൊക്കെ കിട്ടാണ്ട് അറിയാം. അത്യാവശ്യം കണ്ടില്ലേ ഈ കുട്ടിയെ ഈ ഹൈറ്റിലൊക്കെ വെള്ളം കൊള്ളും. അപ്പോൾ സുന്ദരമായിട്ട് നീന്തം പഠിപ്പിക്കുക. ഈ നമ്മളെ പോലെയുള്ള അതായത് എൻ്റെ ഈ ഒരു സൈസുള്ള ആൾക്കാരൊക്കെ എന്താണ് നീന്തം അറിയാത്തവർക്ക് എന്താണ് അവർക്ക് നീന്തം പഠിക്കാൻ അറിയാം. കാരണം എനിക്കൊക്കെ ഇതിൽ അത്യാവശ്യം നീന്തി കിടന്നാൽ തന്നെ നീന്താനുള്ള ചെറിയ സ്പേസൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളെ പോലെ വലിയവർക്കൊന്നും എന്തെങ്കിലും നീന്തം പഠിക്കാനൊക്കെ പറ്റും. വാങ്ങിയാൽ എന്തായാലും ഉപകാരത്തുള്ളൂ. ഞാൻ കാര്യം പറയുന്നുള്ളൂ. എന്നാൽ ശരി, കൂടുതലായിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ.